എല്ലാവർക്കും ഈസി വിന്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് PSC നിരന്തരം ആവർത്തിക്കുന്ന രക്തം അഥവാ ബ്ലഡ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ അരുണ രക്താണുക്കളെ കുറിച്ച് നമുക്ക് RBCകളെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ ആയുർദൈർഘ്യം എത്രയാണെന്നുള്ളത്. 120 ദിവസമാണ്. 120 ദിവസമാണ് രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ ആയുർദൈർഘ്യം. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ ആകൃതി എന്താണ്? ഡംബൽ അല്ലെങ്കിൽ ഡിസ്ക് ആകൃതിയാണ്. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ ആകൃതി എന്ന് പറയുന്നത് ഡംബൽ അല്ലെങ്കിൽ ഡിസ്ക് ആകൃതിയാണ്. ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റ്. ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റ് ആണ്. ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം ഏതാണ്? അസ്ഥിമജ്ജ അഥവാ ബോൺ മാരോ എന്ന് പറയും. അസ്ഥിമജ്ജയിലാണ് ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ചുവന്ന രക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണ വസ്തു ഏതാണ്? ഹീമോഗ്ലോബിനാണ് ചുവന്ന രക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു. രക്തത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുന്ന രോഗാവസ്ഥ അനീമിയ. രക്തത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുന്ന രോഗാവസ്ഥയാണ് അനീമിയ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം അഥവാ ധാതു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന് ഉത്തരം ഇരുമ്പ്. ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം. പുരുഷന്മാരുടെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ സാധാരണ അളവ് എത്രയാണ്? ശരാശരി 15 ഗ്രാം per 100 ml ആണ് പുരുഷന്മാരുടെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ സാധാരണ അളവ്. സ്ത്രീകളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ സാധാരണ അളവ് എത്ര? ശരാശരി 13 ഗ്രാം per 100 ml ആണ് സ്ത്രീകളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ സാധാരണ അളവ്. ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹീമോഗ്ലോബിനോമീറ്റർ ആണ്. ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? പ്ലീഗയാണ് അല്ലെങ്കിൽ സ്പ്ലീൻ ആണ് ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം. രക്തത്തിൽ ചുവന്ന രക്താണുക്കളുടെ അളവ് കൂടുന്ന രോഗാവസ്ഥ ഏതാണ്? പോളിസൈത്തീമിയ എന്ന് പറയുന്ന അവസ്ഥയാണ് രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ അളവ് കൂടുന്ന രോഗാവസ്ഥ. 1 മില്ലി-ലിറ്റർ രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണം എത്രയാണ്? 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെയാണ് 1 മില്ലി-ലിറ്റർ രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണം. മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? അരുണ രക്താണുക്കൾ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം അരുണ രക്താണുക്കൾ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം അരുണ രക്താണുക്കൾ. മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണുക്കളുള്ള ജീവി ഒട്ടകമാണ്. മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണുക്കളുള്ള ജീവി ഒട്ടകമാണ്.
വാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെട്ട രക്തകോശം. അരുണ രക്താണുക്കളാണ് വാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെട്ട രക്തകോശം. മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ അരുണ രക്താണുക്കളും പ്ലേലറ്റുകളുമാണ് മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ. അരുണ രക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ: വിറ്റാമിൻ B6, വിറ്റാമിൻ B9, വിറ്റാമിൻ B12. വിറ്റാമിൻ B6 എന്ന് പറയുന്നത് പിരിഡോക്സിൻ ആണ്. വിറ്റാമിൻ B9 എന്ന് പറയുന്നതിന്റെ ശാസ്ത്രീയ നാമം ഫോളിക് ആസിഡ് എന്നാണ്. വിറ്റാമിൻ B12ന്റെ ശാസ്ത്രീയ നാമം സയനോകൊബാലമിൻ. അരുണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വസ്തുക്കൾ എന്താണ്? ബില്ലിറൂബിനും ബില്ലിവെർഡിനും എന്ന് പറയുന്ന രണ്ട് വസ്തുക്കളായിട്ടാണ് അരുണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എൻഡ് പ്രോഡക്റ്റ്.